അതിഥി ദേവോ ഭവ എന്നത് ഇന്ത്യയുടെ മഹത്തായ ആതിഥ്യ മര്യാദയുടെ ആപ്തവാക്യമാണ്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വാചക കസർത്ത് നടത്തുന്ന കേരളത്തെയും ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെയും അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള മോശമായ പെരുമാറ്റമാണ് ടൂറിസ്റ്റുകളായി എത്തിയ ഇസ്രായേല്യ ദമ്പതികളോട് കാശ്മീരിൽ നിന്ന് വന്ന് തേക്കടിയിൽ കരകൗശല വസ്തുക്കളുടെ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് തീവ്ര ചിന്താഗതിക്കാരായ കച്ചവടക്കാർ കാണിച്ചത്. കേരളം സന്ദർശിക്കുന്നതിനിടയിൽ കുമളിയിലെത്തിയ ഈ ഇസ്രായേൽ ദമ്പതികളിലെ സ്ത്രീ അടുത്ത കടക്കാരന്റെ ശുപാർശ പ്രകാരം തേക്കടിയിൽ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന പ്രസ്തുത കടയിൽ സാധനം വാങ്ങുവാൻ എത്തി. സാധനങ്ങൾ നോക്കുന്നതിനിടയിൽ അവർ ഇസ്രായേൽ പൗരയാണെന്ന് മനസ്സിലാക്കിയ വർഗവെറിയന്മാരായ കടക്കാർ അവരെ ബലമായി കടയിൽ നിന്ന് ഇറക്കിവിടുകയും കടയിലെ ലൈറ്റ് കെടുത്തുകയുമായിരുന്നു. അപമാനിക്കപ്പെട്ട് റോഡിൽ നിന്ന് അവർ തന്റെ ഭർത്താവിനോടും ഡ്രൈവറോടും വിവരം പറയുകയും അവർ വന്ന് ഈ നീതികെട്ട പെരുമാറ്റത്തെക്കുറിച്ച് കടക്കാരനോട് സംസാരിക്കുകയും ഇന്ത്യയുടെ സംസ്കാരത്തിന് വിരുദ്ധമായി ടൂറിസ്റ്റുകളെ അപമാനിച്ച കാശ്മീരിയായ കടക്കാർക്കെതിരെ ജനരോക്ഷം ഉയരുകയും ഗത്യന്തരമില്ലാതെ അവർ മാപ്പ് പറഞ്ഞ് തടിയൂരുകയും ചെയ്തത്. ഏതായാലും കേരളത്തിന്റെയും ഇന്ത്യയുടെയും മഹത്തായ ആതിഥ്യ മര്യാദകളെ ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിൽ ഇടപെട്ട ടൂറിസ്റ്റുകളുടെ ഡ്രൈവറിന്റെയും നാട്ടുകാരുടെയും സമയോചിതവും കാര്യക്ഷമവുമായ ഇടപെടൽ മൂലം എംബസിയിൽ പരാതിപ്പെടുന്നതടക്കമുള്ള നടപടികളിൽ നിന്ന് ദമ്പതികൾ പിന്തിരിയുകയും അന്താരാഷ്ട്ര തലത്തിൽ വിവാദമാകുവാനും ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെപ്പോലും ബാധിക്കുവാനും സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും സംസ്ഥാനവും രാജ്യവും കഷ്ടിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു എന്ന് വേണം കരുതാൻ. നൊടിനേരം കൊണ്ട് ഈ സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും കാശ്മീരികളായ കച്ചവടക്കാർക്കെതിരെ പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടും മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയോ പോലീസ് ഈ കാശ്മീരികൾക്കെതിരെ കേസെടുക്കുകയോ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തുരങ്കം വയ്ക്കുന്ന പെരുമാറ്റത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരോ ടൂറിസം മന്ത്രിയോ പോലും രംഗത്ത് വന്നില്ല എന്നതും എറണാകുളത്ത് പാലസ്തീന് പിന്തുണയേകുന്ന പോസ്റ്റർ നശിപ്പിച്ച ഇസ്രായേൽ ദമ്പതികൾക്കെതിരെ കേസെടുക്കാൻ കാട്ടിയ ആവേശത്തിന്റെ 100% പോലും നാടിന്റെ സംസ്കാരത്തിന് വിരുദ്ധമായി അതിഥികളോട് പെരുമാറിയ കാശ്മീരികളുടെ കാര്യത്തിൽ കാണിക്കാതിരുന്നതും സംസ്ഥാനത്തെ വിഴുങ്ങിയിരിക്കുന്ന വല്ലാത്ത ദുരവസ്ഥയുടെ ഭീകരമായ തെളിവായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ നിതാന്ത ശത്രുക്കളായ രാജ്യമായിട്ടുകൂടി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഒരു പൗരനെയും ഇന്ത്യയിൽ ആരും അപമാനിച്ചിട്ടില്ല എന്ന കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. കുമളിയിൽ മാത്രമല്ല, കൊച്ചിയിലും തിരുവനന്തപുരത്തുമെല്ലാം ഹാൻഡിക്രാഫ്റ്റ് കച്ചവടത്തിനായി കാശ്മീരികൾ ഇത്തരത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. മുമ്പ് അത്തരക്കാരെക്കുറിച്ച് തീവ്രവാദപരമായ പരാമർശങ്ങളും ഉണ്ടായിട്ടുള്ളതിനാൽ തേക്കടി സംഭവത്തിൽ വിശദമായ അന്വേഷണവുമായി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ കളി ഇവിടം കൊണ്ട് ഒതുങ്ങിത്തീരില്ല എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. സംഗതി കൈവിട്ട് പോകുന്നതറിഞ്ഞ് കാശ്മീരികൾ കടയടച്ച് സ്കൂട്ടായി എന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ ക്രിയാത്മകമായി തന്നെ ഇടപെട്ട് ഈ വംശീയവാദികളുടെയും ഇതുപോലെയുള്ളവന്മാരുടെയും എല്ലാം കടകൾ പൂട്ടി കേരളത്തിൽ നിന്ന് ഇത്തരം വംശവെറിയുമായി നടക്കുന്നവരെ കെട്ടുകെട്ടിക്കുകയാണ് വേണ്ടത്. കാരണം കേരളത്തിൽ ഇനിയും നിലയ്ക്കാതെ തുടരുന്ന ഒരു വരുമാന മാർഗമാണ് ടൂറിസം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന തള്ളിമറിക്കൽ വെറും പടക്കമാണെങ്കിലും ഇനിയും ഇവിടെ അവശേഷിക്കുന്ന ഹരിതാഭയും പച്ചപ്പും ആസ്വദിക്കാൻ വിദേശികൾ കാശുമുടക്കി ഇവിടെ വരുന്നുണ്ട്. അത് മറക്കരുത്.